അപ്പൊ എവിടെ നിന്നാണ് ശരിക്കും നിങ്ങളുടെ കഥ ആരംഭിക്കുന്നത്? രണ്ടുപേർക്കും ഒരമ്മയല്ലേ? അതെ അതെ അതെ. ഏത് സ്ഥലത്താണ് നിങ്ങൾ ജനിച്ചത്? ജനിച്ച സ്ഥലം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്നെ 1.5 മാസം പ്രായമായപ്പം 1.5 മാസം പ്രായമുള്ള വഴി തിരിഞ്ഞു അല്ലേ? ചേച്ചിക്ക് 4 വയസ്സൊന്നും, ഞാനിതിപ്പം 1 വർഷം കൊണ്ട് അറിയുന്നത്. മായയാണ് ഇളയത് ശരിക്കും അല്ലേ? അപ്പൊ 4 വയസ്സുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ടെന്നല്ലേ? അല്ലെങ്കിൽ അറിയത്തില്ല. അപ്പൊ ഇത് എവിടെയായിരുന്നു സ്ഥലം എന്ന് ഓർമ്മയുണ്ടോ? മണിയാറ് വടശ്ശേരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. പത്തനംതിട്ട. പത്തനംതിട്ട വടശ്ശേരിക്കരന്ന് പിന്നെയും പോകണം. അതായത് കൊടുമുടി, അവിടെയാണ് ഞങ്ങൾ ജനിച്ചത്. അവിടെ തുടങ്ങിയാണ് രണ്ടുപേരും പിരിഞ്ഞത്. ഈ 4-ാം വയസ്സില് പിരിഞ്ഞു. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം 1.5 മാസം. ഈ പിരിയാനുള്ള കാര്യം എന്തായിരുന്നു? അച്ഛൻ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എപ്പോഴും നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. അച്ഛൻ എന്തുവായിരുന്നു പണി? അച്ഛന് അവിടെ ഒരു എസ്റ്റേറ്റ് നോക്കുമായിരുന്നു. അവിടെ തന്നെയായിരുന്നു താമസമൊക്കെ. അച്ഛനിപ്പോ ജീവനോടുണ്ടോ? ഇല്ലില്ല, അച്ഛൻ മരിച്ച്. എന്റെ കൂടെ അമ്മയാണ് ഉണ്ടാവാൻ സാധ്യത അല്ലേ? അമ്മ എവിടെയെങ്കിലും കാണുമോ? എവിടെയെങ്കിലും ഉണ്ടാവായിരിക്കും. അമ്മയുടെ ആദ്യത്തെ കല്യാണമായിരുന്നു? രണ്ടാമത്തെ കല്യാണമായിരുന്നു? അമ്മയുടെ രണ്ടാമത്തെ കല്യാണമായിരുന്നു. അച്ഛന്റെയോ? അച്ഛന്റെ രണ്ടാമത്തെ കല്യാണമായിരുന്നു. അതിൽ വേറെ മക്കളുണ്ടോ? ഉണ്ട്. അവരെവിടെയാ ഉള്ളത്? ഒരാള് തൊടുപുഴയുണ്ട്. അതായത് അമ്മയുടെ ആദ്യത്തെ ഇതിലുള്ളത് തൊടുപുഴയാണുള്ളത്. പുള്ളിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അച്ഛന്റെ ആദ്യത്തെ മക്കള് അവര് 2 പെൺമക്കളാ. അവര് എവിടെയാ ഉള്ളത്? ഞങ്ങള് താമസിക്കുന്നതിന് അടുത്ത് തന്നെയായിരുന്നു. അതായത് പണ്ട് താമസിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അവരവിടെ നിന്നൊക്കെ പോയി. അവർ രണ്ടുപേരും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവര് രണ്ടുപേരും പഠിച്ച് ഇപ്പൊ നല്ല നിലയിലൊക്കെ ആയി. അവര് ഗൾഫിൽ എവിടെയോ ജോലി ചെയ്യുവോ. അവരെ കാണാൻ താല്പര്യമുണ്ടോ? വരുമെന്നുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടോ? പണ്ട് കടുവാക്കുളം പറഞ്ഞാൽ ഇത് മൊത്തം കൺഫ്യൂഷൻ. അതാണ് പ്രശ്നം. അപ്പൊ മായ 1.5 മാസത്തിന് ശേഷം വഴി പിരിഞ്ഞാണ് ഈ ചേച്ചി. മായയെ അമ്മ കൊണ്ടുപോയി അല്ലേ? ഇദ്ദേഹത്തിനെ അച്ഛൻ കൊണ്ടുപോയി. അച്ഛനും അമ്മയും പിന്നെ കണ്ടുമുട്ടിയിട്ടില്ല. മരിക്കുന്നവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഇല്ല. താങ്കൾ പത്തനാപുരത്തേക്കാ പോയത്? പത്തനാപുരത്ത് ഈ അമ്മ കൊണ്ടുവന്ന് ഒരാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, വളർത്തിക്കോളാൻ പറഞ്ഞു കൊടുത്ത്. തോന്നി വകയാർ എന്ന സ്ഥലം അവിടെ കൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തു. അവർക്ക് കൊടുക്കാൻ കാര്യം അവര് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? പരിചയം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ 1.5 മാസമല്ലേ പ്രായമുള്ളൂ. അപ്പം അവിടെ കൊണ്ട് കൊടുത്ത് അവർക്ക് 2 പെൺമക്കളാണ്. അവരുടെ ഭർത്താവ് പട്ടാളത്തിൽ എന്തോ ജോലിക്കാരനാ. അപ്പോൾ അവർക്ക് വളർത്താനുള്ള പറ്റത്തില്ല. സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് 2 പെൺകുട്ടികളായതുകൊണ്ട് അവർ പലരോടും ചോദിച്ചു കുഞ്ഞിനെ വേണോ ചോദിച്ചിട്ട് കുറച്ച് നാൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. പിന്നീടാണ് ഞാൻ ഈ കഥകളൊക്കെ അറിയുന്നത്. അടുത്തുള്ളവരൊക്കെയാണ്. പിന്നെ ഈ ഇപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവര് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ കൊടുത്ത ആള് തന്നെയാണ്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവര് ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കാൻ അപ്പോൾ അവരിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടായി വളർത്താൻ. അവർ ഇപ്പോൾ എന്നോട് പറഞ്ഞ് അന്ന് പിന്നീട് പറഞ്ഞത് കൊട്ടയ്ക്കകത്തൊക്കെ തുണിയിട്ട് കുഞ്ഞ് കരയാതെ ഭർത്താവ് വരുമ്പോൾ കേൾക്കാതെ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. അടുത്തുള്ളവർ കേൾക്കാതെ എന്ത് ചെയ്യണം കുഞ്ഞിനെ, അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ ഈ അമ്മയുടെ അമ്മ, എന്നെ വളർത്തിയ അമ്മയുടെ അമ്മയാണ് കുഞ്ഞിനെ മേടിക്കുന്നത്. എന്നെ വളർത്തിയ അമ്മയ്ക്ക് മക്കളില്ല, കല്യാണം ഒഴിഞ്ഞ് നിൽക്കുമായിരുന്നു, വിവാഹം ഒഴിഞ്ഞ്. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന് ഈ അമ്മയുടെ അമ്മ എന്ന് വെച്ചാൽ എന്നെ വളർത്തിയ അമ്മയുടെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തു. അമ്മ എന്നെ 17 വയസ്സ് വരെ ഒരുപാട് ദുരിതം അനുഭവിച്ചു എന്നെ വളർത്തിയെടുക്കാൻ. ഒരു സമൂഹത്തിന് മുന്നിൽ കല്യാണം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, പിന്നെ തിരിച്ച് ഒരുപാട് പേരുദോഷം എന്നുള്ളതല്ല, അല്ല എടുത്തു വളർത്തിയ നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നെ വളർത്തിയ അമ്മ പഞ്ചമി. അമ്മ എന്നെ 17 വയസ്സൊക്കെ വളർത്തി. അപ്പം അപ്പോഴത്തേക്കൊക്കെ ഞാൻ അറിഞ്ഞു എന്നെ എടുത്ത് വളർത്തിയതാണെന്നൊക്കെ അറിയുമ്പോൾ അമ്മയ്ക്കൊരു എടുത്തു വളർത്തി. പക്ഷെ അമ്മ എന്നെ കൊണ്ട് നടന്ന വളർത്തിയത്, ഒരിടത്ത് സ്ഥിരമായിട്ട് നിർത്തി വളർത്തിയില്ല. പേടിയായിരുന്നു. അമ്മയുടെ വീട്ടിൽ സഹോദരങ്ങളും അമ്മയായിട്ടൊക്കെ ഇച്ചിരി വിഷയങ്ങളും കാര്യങ്ങളും. അമ്മയ്ക്ക് അതൊരു സഹോദരൻ മദ്യപാനിയൊക്കെ ആയിരുന്നു. അങ്ങനെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയപ്പം അമ്മയ്ക്ക് എന്നെ അവരുടെ ഇടയിൽ എന്നെ വളർത്തിക്കൊണ്ട് വരാനൊരു പ്രയാസം വന്നു. അമ്മ വീട്ടുജോലി ചെയ്താണ് വളർത്തിയത്. അപ്പം ഞാൻ പഠിച്ചത് 3 സ്കൂൾ മാറിയാ പഠിച്ചത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളെങ്കിലും ആദ്യം പഠിക്കുന്നത് ഈ രവിയേട്ടൻ്റെ അടുത്ത് നമ്മുടെ മെഴുവേലി എലവന്തട്ട സ്കൂളിലാണ്, LP സ്കൂളിലാണ് പഠിച്ചത്. ആദ്യം 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും അവിടെ പഠിച്ചിട്ട് അവിടെ ഒരു വീട്ടിൽ നിർത്തിയ അമ്മയുടെ ഒരു റിലേറ്റീവാ. അമ്മയ്ക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. അവർക്ക് 3 മക്കളാ. അമ്മ പിന്നെ വീണ്ടും അവിടെ നിന്ന് ഈ വകയാർ, ഈ കൊല്ലമ്പടി ബ്ലാന്തടോ എന്ന് പറയും, അവിടെ കൊണ്ടുവന്ന് അമ്മയുടെ വീട്ടിൽ സഹോദരങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് വളർത്തിയപ്പം 2 വർഷം വളർത്തിയപ്പോഴും ആൾക്കാരൊക്കെ ഇതാണോ എടുത്തു വളർത്തിയ മോള്, ഇതാണോ എടുത്തു വളർത്തിയ പഞ്ചമിയുടെ. അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അന്നേരം ആലോചിക്കും ഇതെന്തോ എടുത്തു വളർത്തിയ മോള്. എനിക്കന്നേരം അത് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ ആയപ്പം പിന്നെ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ പന്തള NSSൽ അവിടെ ഒരു ഹോസ്റ്റലിൽ
അവിടെ കൊണ്ട് വളർത്താൻ അവിടെ ചെന്നപ്പം പിന്നെ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അന്നില്ല LP സ്കൂളൊക്കെ ആയതുകൊണ്ട് അവരങ്ങ് TC ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോയി. അവിടെ ചെന്ന് ഹൈസ്കൂളിലൊക്കെ NSS ചെന്നപ്പോൾ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളായപ്പം അവിടെ അഡ്മിഷൻ കിടക്കണം. എനിക്കൊന്നുമില്ല, പ്രൂഫായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഹോസ്റ്റലിൽ അഡ്മിഷൻ തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം. അമ്മ സത്യം പറഞ്ഞാൽ എന്നെ ആ അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് ഒരു ആറുണ്ട് നമ്മുടെ ഈ അച്ചൻകോവിലാറ്, അവിടെ അമ്മയുടെ സാരിയുടെ തുമ്പ് എൻ്റെ പാവാടയിൽ കെട്ടി ഞങ്ങള് ചാടാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരുടെ ചാടാന് വളർത്താൻ പറ്റാത്തോണ്ടാണ് ഈ പഞ്ചമി അമ്മ ചാടാൻ തീരുമാനിച്ചത്. അമ്മയ്ക്ക് എന്നെ വളർത്തിക്കൊണ്ടു സമൂഹത്തിന് വളർത്താൻ ഒത്തിരി പാടുപെട്ടമ്മ. അങ്ങനെ അമ്മ ചാടാൻ തുടങ്ങിയപ്പം ദൈവദൂതനെ പോലെ എന്തോ ഒരു മനുഷ്യൻ വന്ന് അമ്മയെ വിളിച്ചിട്ട് അമ്മയ്ക്ക് അറിയാവുന്ന പുള്ളി അതിനും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കണം, വളർത്തണം, എനിക്കിവളെ വളർത്തിക്കൊണ്ട് വരണം. ഞാൻ എന്തായാലും 1.5 മാസം പ്രായമായപ്പോൾ എൻ്റെ കുഞ്ഞിനെ എന്നെ കൈ കിട്ടിയതാന്ന് പറഞ്ഞ് അമ്മ പിന്നെ അവിടുന്ന് അമ്മ മരിക്കാൻ തീരുമാനിച്ചെന്തിനായിരുന്നു? അത് തന്നെ കൂടെ അച്ചൻകോവിൽ ആറിൽ എറിഞ്ഞ് മരിക്കാൻ തീരുമാനിച്ചതിന്റെ കാര്യം എന്തായിരുന്നു? കാര്യം പഠിപ്പിക്കാൻ പറ്റുന്നില്ല, വളർത്താൻ പറ്റുന്നില്ല. അമ്മയുടെ ആഗ്രഹം വളർത്തി വലിയൊരാളാക്കണമെന്നായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ വിളിച്ച് പിന്നെ എന്തൊക്കെയോ ഇടപെടലുകളൊക്കെ ആയി എനിക്ക് പന്തളത്ത് NSS സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പഠിച്ച് 10ാം ക്ലാസ് ഞാൻ അന്ന് ഇച്ചിരി പഠിക്കാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു. 10ാം ക്ലാസ് ഞാൻ ഫെയിലായിരുന്നു, തോറ്റു. അങ്ങനെ 16 വയസ്സ് 15 ഒരു വർഷം ഞാൻ പോയില്ലായിരുന്നു. ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് എനിക്ക് 1 വർഷം നഷ്ടപ്പെട്ട്. അങ്ങനെ 16 വയസ്സ് ഞാൻ SLC എഴുതി, തോറ്റു. 16ാമത്തെ അമ്മ അന്നേരം തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ അമ്മ ജോലിക്ക് നിൽക്കുക. തിരുവനന്തപുരത്ത് അമ്മ വരും, വെക്കേഷന് വരും, എന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, തിരുവനന്തപുരത്താണ് കൊണ്ടുവന്നത്, കാര്യവട്ടത്ത്. അപ്പൊ അമ്മ അവിടെ കൊണ്ടുപോകും വെക്കേഷന്. എന്നിട്ടും അവിടെ വിടത്തില്ല, വകയാറോട്ട് വല്ലപ്പോഴേ കൊണ്ടുപോകും. പക്ഷെ അമ്മയുടെ സഹോദരങ്ങൾക്കും മാമന്മാരും മാമിമാർക്കൊക്കെ എന്നോട് സ്നേഹമുണ്ട്, കാണണം വരും, അവർ ഹോസ്റ്റലിൽ വരും കാണാൻ അമ്മയുടെ ആൾക്കാർക്ക്. പക്ഷെ അമ്മ അവരുടെ ഇടയ്ക്ക് തന്നെ നിർത്തത്തില്ല. അമ്മയ്ക്ക് പേടിയാന്നോ എന്തോന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അമ്മ. പക്ഷെ അമ്മ എടുത്തു വളർത്തിയ മോളാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്കറിയാവുന്ന അമ്മയ്ക്കും എനിക്കറിയാവുന്നത് ഞാൻ അങ്ങനെയല്ല, സ്വന്തം മോളെ പോലെ. എനിക്ക് തോന്നുന്നു ഒരു പെറ്റമ്മ പോലും ഇങ്ങനെ അമ്മ വളർത്തത്തില്ല. ഒരുപാട് അമ്മ സഹിച്ച്, ഓരോ വീട്ടില് വേലയ്ക്ക് പോകുമ്പോഴും അമ്മ എന്നെ കൂടെ കൊണ്ടുപോകും. ഇതിന്റെ ഇടയ്ക്ക് അവകാശവാദം ഉന്നയിച്ച അച്ഛൻ വന്നു. അച്ഛൻ വന്നു 3 വയസ്സില് തിരിച്ചു ചോദിച്ചു. അപ്പൊ നാട്ടുകാരെല്ലാം കൂടി പറഞ്ഞു കുറച്ച്. അങ്ങനെ ഞാൻ പിന്നീട് അറിഞ്ഞത് ആരും വിട്ടു കൊടുക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്കും അമ്മ ലീഗലി എന്തോ ആൾക്കാരൊക്കെ ഇടപെട്ട്. മനസ്സിലായത് അത് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ വന്നു, അച്ഛൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മ പോയി. അത് പിന്നീട് ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ ചേച്ചി പിന്നീട് പിന്നെ പറഞ്ഞു. അപ്പൊ 16ാമത്തെ വയസ്സിൽ നിൽക്കുകയാണല്ലോ അവിടെ. 16 മഞ്ജുവിന്റെ കാര്യം ചോദിക്കാം. എത്ര വയസ്സിൽ അച്ഛനോട് പോയത്? 4.5 വയസ്സിൽ. 4.5 വയസ്സിൽ. എങ്ങോട്ട് പോയി ആദ്യം? അച്ഛന്റെ റിലേറ്റീവ്സിന്റെ വീട്ടോട്ട് തന്നെ കൊണ്ടുപോയത്. കുറച്ച് നാൾ ഓർമ്മയുണ്ടോ? പുനലൂര്. അവിടുന്ന് കുറച്ച് കാലം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛന്റെ അമ്മാവന്റെ മോടെ വീട്ടിലാണ് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചത്. അത് ഏനാത്ത്. അത് കഴിഞ്ഞ് അച്ഛന്റെ അനിയൻ വന്ന് എന്നെ വീണ്ടും പുനലൂരേക്ക് എന്നെ കൊണ്ടുപോയി. 3ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൊണ്ടുപോയി. സ്നേഹമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്കൊക്കെ എന്നെ കെട്ടിയിട്ടൊക്കെ തല്ലിയിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കും. അച്ഛന്റെ അനിയൻ തന്നെയായിരുന്നു. അച്ഛന്റെ അനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, പുള്ളി ഗുജറാത്തിലായിരുന്നു. ഇവിടെ വരുമ്പം കുഞ്ഞമ്മ ഓരോ കാര്യങ്ങൾ പറയണ അനുസരിച്ചിട്ട് അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛന്റെ അനിയൻ, വേറൊരു അനിയനുണ്ട്, പുള്ളി വീണ്ടും എന്നെ മകർഷിക്കാവി അതിനകത്ത് കൊണ്ടാക്കി പഠിക്കാൻ അവിടെ കൊണ്ടാക്കിയപ്പോഴത്തേന് 3ാം ക്ലാസ് വരെ പഠിച്ചവിടെ. അത് കഴിഞ്ഞ് ഈ അനിയൻ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും എന്നെ പഠിപ്പിച്ചെടുത്ത് എൻ്റെ വലിയണ്ണം വന്ന് എന്നെ കൊണ്ടുപോകാൻ തിരിച്ച് അതിനകത്തേക്ക് എന്നെ കൊണ്ടുവരാൻ വന്നു. അപ്പം അവിടുന്ന് വിട്ടില്ല, ഞാൻ അവിടെ തന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ TC ഒന്നും വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരാഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും അണ്ണൻ എന്നെ തിരക്കി അവിടെ വന്നു. അതിനകത്തുനിന്ന് പുനലൂരേക്ക് വന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞു അവളെ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല, ഇവിടെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവർ TC ഒന്നും വാങ്ങിക്കാൻ പോയില്ല, പിന്നെ പഠിക്കാനൊന്നും വിട്ടില്ല. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചു. എത്ര വയസ്സ് വരെ? ഒരു 10-11 വയസ്സ് വരെ ഞാൻ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവർക്കൊരു ബാധ്യതയായിട്ട് തോന്നി. പീഡനമുണ്ട്, അന്ന് ലാസ്റ്റ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോണേന്റെ കൈ പൊള്ളിച്ചൊരു പാടുണ്ടോ? ഉണ്ട്. അതൊക്കെ ഇപ്പോഴും കിടക്കല്ലേ?
ഇത് എത്ര കൊല്ലത്തിന് മുമ്പുള്ള പാടാ ഇത്? 10 വയസ്സൊക്കെ ഉള്ള സമയത്ത്. ശരി. ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇത് പൊള്ളിച്ചത് അതിന്റെ ഉത്തരവാദി അച്ഛൻ്റെ അനിയനാണോ? അല്ലല്ല, ആ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടേക്കാന്നുള്ളത് അല്ലേ? ഓക്കെ. പുള്ളിക്ക് ഒരു കശ്മീരിലായിരുന്നു? അല്ല, ഒരു അമ്മയായിരുന്നു. സ്ത്രീയാ? സ്ത്രീയാ. ഓക്കെ.